നമസ്കാരം. വൈകുണ്ഠ ജ്യോതിഷാലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈശാഖ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സമൂഹത്തിൽ നേരിടുന്ന വളരെ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ എൻ്റെ അടുത്തേക്ക് ഒരു കുടുംബം വന്നിട്ടുണ്ടായിരുന്നു. ഒരു അച്ഛൻ, ഒരു അമ്മ, 2 മക്കൾ. അതിൽ മൂത്ത ആ കുട്ടിക്ക് അവൻ പഠിക്കുന്നത് അന്ന് 8ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് ഇവന് എന്തോ പ്രേതബാധ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ കണ്ടു പേടിച്ചു. അതിൻ്റെ പുറമെ ഇവൻ ഈ പറയുന്നതായിട്ടുള്ള പഠനത്തിൽ വളരെയധികം മോശപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവൻ വല്ലാണ്ട് മൂകനായിട്ടിരിക്കുന്നു, വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ. അപ്പം അതെന്തോ പ്രേതബാധ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിരുന്നത്. ശരി, ഞാൻ ആ കുട്ടിയുടെ പേരിൽ പ്രശ്നം വെച്ച് നോക്കിയിരുന്നു. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പ്രേതബാധ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലൊരു നെഗറ്റീവ് ഫോഴ്സുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയുമായിട്ടുള്ള ഒരു പ്രശ്നവും അവന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ജ്യോതിഷത്തിലൂടെ നമുക്കത് അറിയാൻ പറ്റും. അവന് പ്രശ്നം, അവൻ്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന സർപ്പദോഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു. കൂടാതെ അവൻ്റെ ജാതകം ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അവന് ഈ പറയുന്ന രീതിയിൽ ബുധന് ചെറിയൊരു മൗഢ്യതയും, അത് നീചസ്ഥാനത്ത് നിൽക്കുകയും, കൂടാതെ ഈ പറയുന്ന സർപ്പത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാവുകയും 5ാം ഭാവത്തിൽ ആ പറയുന്ന സർപ്പം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് ജാതകം പൂർണ്ണമായിട്ട് നോക്കി അവൻ്റെ ദശയും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതായിട്ട് നോക്കിയപ്പോൾ കണ്ടിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്, അവൻ്റെ രീതിയിൽ ഈ പറയുന്ന എന്തോ ഒരു രോഗാവസ്ഥ, അല്ലെങ്കിൽ എന്തോ ഒരു വിഷയം അവൻ്റെ രീതിയിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ചെറിയൊരു രോഗതുല്യമായിട്ടുള്ളൊരു അവസ്ഥ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവനുമായിട്ട് ഞാനൊന്ന് ഒറ്റയ്ക്കുമായി സംസാരിച്ചിരുന്നു. അവനുമായിട്ട് ഒറ്റയ്ക്കായിട്ടൊന്ന് പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ വളരെ രസകരമായിട്ട് കളിച്ചിരിയോടുകൂടിയൊക്കെയാണ് അവൻ എൻ്റെ അടുത്ത് സമീപിച്ചത്. ഞാനും അവൻ്റെ അടുത്ത് അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അവൻ എനിക്ക് അങ്ങനൊരു സമീപനം തന്നിരുന്നത്. അപ്പോൾ സംസാരിച്ചപ്പോൾ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് വായിക്കാൻ പറ്റുന്നില്ല. വായിക്കുമ്പോൾ കുറേയധികം വിഷയങ്ങൾ വരും. ഒരക്ഷരം പോലും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിട്ട് വരും. അല്ലെങ്കിൽ വായിക്കുമ്പോൾ അവനൊരു ഉത്കണ്ഠ കാരണം, പേടി കാരണം കൊണ്ട് പല വാക്കുകളും അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോകുന്നൊരവസ്ഥകളൊക്കെ വരും. പിന്നെ ഞാൻ അവനെ കൊണ്ട് എഴുതിപ്പിച്ചിരുന്നു. അവൻ ആദ്യം എഴുതാനൊന്നും കൂട്ടാക്കിയിരുന്നില്ല. പിന്നെ എഴുതിപ്പിച്ചപ്പോൾ അവന് ചെറിയ വേർഡ്സ് പോലും തെറ്റുന്നതായിട്ടുള്ള അവസ്ഥകൾ വരും. അല്ലെങ്കിൽ ചെറിയ വാക്കുകൾ പോലും അവന് നേരെ ചൊവ്വേ എഴുതാൻ പറ്റാത്തൊരവസ്ഥകൾ വരും. കാരണം അവനൊരു 8ാം ക്ലാസ്സിൽ, അതും ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയിട്ട് അവനെ ഗംഭീരമായിട്ടാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മലയാളവും കിട്ടുന്നില്ല, അതേപോലെ തന്നെ ഇംഗ്ലീഷും കിട്ടാത്തൊരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കും. അപ്പം അത് കാരണം കൊണ്ട് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും, അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ ടീച്ചേഴ്സിൻ്റെ, അധ്യാപകരിൽ നിന്നും ഈ പറയുന്നതായിട്ടുള്ള മോശപരമായിട്ടുള്ള അവസ്ഥകളുണ്ടായി, കളിയാക്കുകയും. അപ്പോൾ പൊതുവെ ഒതുങ്ങി പോവുകയാണ്. അവൻ നല്ലോണം ഈ പറയുന്ന ക്രിക്കറ്റ് കളിക്കുന്നൊരു കുട്ടിയും കൂടി ആയിരുന്നു. അവന് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം ക്രിക്കറ്റ് കളിയോടായിരുന്നു. അതിൽ നിന്നും അവൻ മാറി ഇപ്പോൾ ഇവിടെ ഒരു തരത്തിലും കളിക്കാത്തൊരവസ്ഥകളിലേക്ക് പോവുകയും വല്ലാണ്ട് മൂകനായി മാറുകയും പതുക്കെ അവനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പതുക്കെ കാൽവഴുതി വീഴുന്നതായിട്ട് എനിക്ക് തോന്നുകയുണ്ടായി. അപ്പം ഞാനത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് അവനൊരു പഠന വൈകല്യം ഉണ്ട് എന്ന്. നമ്മളത് ലേണിംഗ് ഡിസബിലിറ്റി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥ അവനെ പിടികൂടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്കിപ്പോൾ ഇൻഫോർമേഷനൊക്കെ ഈ പറയുന്നതായിട്ടുള്ള വിരൽത്തുമ്പിലാണല്ലോ. ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഈ പറയുന്ന രീതിയിൽ അവന് ഇങ്ങനത്തേതായിട്ടുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് കാരണം കൊണ്ട് വളരെയധികം ഈ പറയുന്ന
കുറച്ചും കൂടി ഞാനത് ആഴത്തിലേക്ക് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ആ ഒരു നെറ്റിലേക്കൊക്കെ നോക്കി ഞാൻ അതിനെ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ അവന് ഡിസ്ലെക്സിയ അതുപോലെ തന്നെ ഡിസ്ഗ്രാഫിയ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എഴുതാനും അതുപോലെ തന്നെ വായിക്കാനും മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നൊരു അവസ്ഥ. അപ്പോൾ അവന് ഞാൻ അവരുടെ മാതാപിതാക്കളെ വിളിച്ചു, ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. ഇത് ബാധയൊന്നല്ല, ബാധയായിട്ടൊന്നുള്ളൊരു ബന്ധം ഈ രീതിയിലില്ല. നിങ്ങൾക്കൊരു സർപ്പദോഷമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ ഞാൻ എഴുതി തരാം, ഐശ്വര്യങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. കൂടാതെ കണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ പോയി കാണുക, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം പറയുക. അത് കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം എപ്പോഴും ഞാൻ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് മരുന്നും മന്ത്രം കൂടി ആവുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അവർ ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് പോവുകയും ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് ചെല്ലുകയും അവർ അതിന് ഉള്ള ട്രീറ്റ്മെന്റ്സുകളും കാര്യങ്ങളും തുടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ആ പയ്യൻ കുറച്ചും കൂടി ഹാപ്പിയാണ്. പതുക്കെ പതുക്കെ എല്ലാ ഗെയിംസിലേക്കും പതുക്കെ എല്ലാം അവൻ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കാരണം ഒരുപാട് പേർക്ക് ഈ പറയുന്നതായിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അങ്ങനെ കുറേയധികം അവസ്ഥകളുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളത് കുട്ടികളുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് വേണം ഈ പറയുന്ന ആൾക്കാരുടെ അടുത്ത് സമീപിക്കാനും. അല്ലെങ്കിൽ വളരെയധികം ഉപകാരത്തിനെക്കാട്ടും കൂടുതൽ ഉപദ്രവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിച്ച്, ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ഈ പറയുന്നതായിട്ടുള്ള വലിയ ആൾക്കാർക്കും ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട്, ഇത് എന്നെ സഹായിച്ചത് ഈ പറയുന്നതായിട്ടുള്ള ജ്യോത്സ്യമായാലും ഈ പറയുന്നതായിട്ടുള്ള രാശിയായാലും എല്ലാ കാര്യങ്ങളാണ് എന്നെ സഹായിക്കാറ്. പല പല കേസുകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ഈ പറയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിശ്വാസം നല്ലതാണ്. അന്ധമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് ഉപരി വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം എല്ലാ കാര്യത്തിനെയും. അത് കുറച്ച് വിശ്വാസത്തിൻ്റെ ഉപരി നിങ്ങൾ ഈ പറയുന്നത് കുറച്ചും കൂടിയും യുക്തിപരമായി ചിന്തിച്ചിട്ട്, വിശ്വാസം നല്ലതാണ്, അന്ധതയാവുമ്പോഴാണ് അതിൽ വിഷയം വരുന്നുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ഈ ജ്യോതിഷമായാലും എല്ലാ കാര്യങ്ങളായാലും അതിൻ്റെ നല്ലൊരു വശത്തെ കണ്ടുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇൻ്റർനെറ്റിനായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ മോശപ്പെട്ട അവസ്ഥയിലാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. അതിന് നല്ല വശമുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ നല്ല വശമാണല്ലോ. ജ്യോതിഷത്തിനായാലും നല്ല രീതിയിലുള്ള വശങ്ങളുണ്ട്. നല്ല ജ്യോത്സ്യനെ പോയി കാണുക, അത് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട കാര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക, അങ്ങനത്തെ രീതിയിലേക്കൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പം ഇനി പുതിയ വിഷയവുമായി ഞാൻ ഇനിയും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ അറിവിലുള്ള ചെറിയൊരു നോളേജ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ ഒരു ചെറിയ നോളജ് നിങ്ങൾക്കൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, നമസ്കാരം.